രാഷ്ട്രീയ ടോക്സിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ പറഞ്ഞ വടക്കൻ വീരകഥ മമ്മൂക്കയുടെ പാലേരി മാണിക്യം, ആവനാഴി, വലിയേട്ടൻ പോലുള്ള സിനിമകൾ റിലീസ് ചെയ്ത് അത് പരാജയപ്പെട്ടപ്പം സ്വാഭാവികമായിട്ടും മമ്മൂക്കയുടെ റിലീസ് സിനിമകൾക്ക് ഉണ്ടാകുന്ന പരാജയത്തിനെക്കുറിച്ച് ഞാൻ പോലും ഒരു വീഡിയോ ചെയ്യേണ്ടി വന്നു. കാര്യം നമുക്ക് മമ്മൂക്കയുടെ ആരാധകർ അത്തരത്തിലുള്ള സിനിമകളോട് കാണിക്കുന്ന ഒരു താല്പര്യമില്ലായ്മ. പക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയാം, ആ പറയുന്ന സിനിമകളൊന്നും ശരിയായിട്ടുള്ള ഒരു റിലീസേ അല്ലായിരുന്നു. കാര്യം ഇപ്പോൾ ലാലേട്ടൻ്റെ ചില സിനിമകൾ ഇറങ്ങുന്നത് കണ്ടതുകൊണ്ട് മമ്മൂക്കയുടെ ചില സിനിമകളുടെ നിർമ്മാതാക്കൾക്ക് ആ സിനിമ വീണ്ടും തിയേറ്ററിൽ എത്തിക്കാനുള്ള ആഗ്രഹത്തിൻ്റെ പുറത്ത് അവർ തിയേറ്ററിൽ എത്തിച്ച സിനിമകളാണ്. പക്ഷെ അതൊന്നും പ്രേക്ഷകർ സ്വീകരിക്കത്തില്ല എന്നുള്ള കാര്യം നമുക്ക് മുൻകൂട്ടി തന്നെ അറിയാമായിരുന്നു. പക്ഷേ അപ്പോഴെല്ലാം നമ്മൾ പ്രതീക്ഷിച്ച ഒരു സിനിമയുണ്ട്, വടക്കൻ വീരകഥ. ഒരു വടക്കൻ വീരകഥ. കാര്യം ഒരു വടക്കൻ വീരകഥ എന്ന് പറയുന്ന സിനിമ എനിക്ക് തോന്നുന്നത് ഏത് കാലത്ത് റിലീസ് ചെയ്താലും ആ സിനിമ ഒരു വലിയ സംഭവം തന്നെയായിരിക്കും പ്രേക്ഷകരുടെ ഇടയിൽ. കാര്യം 1989 ഏപ്രിൽ 14 റിലീസ് ചെയ്ത ആ സിനിമ ഏതാണ്ട് 36 വർഷങ്ങൾ തികയാൻ എനിക്ക് തോന്നുന്നു ഒരു 2 മാസം ബാക്കി, കഷ്ടിച്ച് 2 മാസം മാത്രം ബാക്കിയുണ്ട്. അതോടുകൂടി 36 വർഷങ്ങളാണ് ആ സിനിമ ഇറങ്ങിയിട്ട് പൂർത്തിയാവുന്നത്. അപ്പം അതുപോലൊരു സിനിമ ഞാൻ പറഞ്ഞ കണക്ക് ഇനി ഒരു 15 കൊല്ലോ 20 കൊല്ലോ കഴിയുമ്പം ധൈര്യമായിട്ട് തിയേറ്ററിലെത്തിച്ച് അന്നത്തെ കാലത്തെ പ്രേക്ഷകരെ, അതായത് ഇപ്പോഴത്തെ വളരെ കുട്ടികളായിട്ടുള്ള ആൾക്കാർ ഒരു 10-20 വയസ്സ് അല്ലെങ്കിൽ 22 വയസ്സൊക്കെ പ്രായമാകുമ്പം വീണ്ടും അത്തരത്തിലുള്ളൊരു സിനിമ കാണാനുള്ളൊരു ഭാഗ്യം അവർക്ക് വരും. കാര്യം വടക്കൻ പാട്ടുകളിലെ സിനിമ കഥകൾ പല രീതിയിലെടുത്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ വടക്കൻ വീരകഥ പോലെ ഒരു സിനിമ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഇപ്പം ചരിത്ര പുരുഷന്മാരുടെ കഥകൾ പറഞ്ഞ ഒരുപാട് സിനിമകൾ മമ്മൂക്ക ഉൾപ്പെടെയുള്ളവർ നായകന്മാരായിട്ട് അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ഒരു വടക്കൻ വീരകഥയ്ക്ക് പകരം നിൽക്കുന്ന ഒരു സിനിമയില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ വടക്കൻ വീരകഥയുടെ റിലീസിൻ്റെ ആദ്യത്തെ ദിവസങ്ങളിൽ തിയേറ്ററിൽ വളരെ മോശമായിട്ടുള്ള ഒരു പ്രതികരണമായിരുന്നു. മോശമായിട്ട് പ്രതികരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രേക്ഷകർ പലയിടത്തും തിയേറ്ററിൽ സിനിമ കാണാൻ എത്തിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ചില തിയേറ്ററുകളിൽ ഷോ കൗണ്ട് വളരെ കുറവായിരുന്നു. രണ്ടാമത്തെ ദിവസം എത്തിയപ്പോഴത്തേക്ക് അതിനകത്ത് ഉള്ള ഷോസിനകത്തു നിന്ന് തന്നെ ചിലത് അവർ വെട്ടിച്ചുരുക്കുകയും കൂടെ ചെയ്തു. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം വളരെ വേദന ഉണ്ടാക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഞാനൊരു വീഡിയോ ചെയ്യുകയും ചെയ്തു. പക്ഷേ ഇപ്പോൾ എൻ്റെ ആ വിഷമവും നിരാശയും എല്ലാം മാറി. കാര്യം എനിക്ക് തോന്നുന്നു ഒരു റിലീസ് സിനിമകളുടെ ചരിത്രത്തിൽ ഏറ്റവും വലിയൊരു വിജയത്തിലേക്കാണ് ഒരു വടക്കൻ വീരകഥ പോകാൻ പോകുന്നത് അല്ലെങ്കിൽ പോയിക്കൊണ്ടിരിക്കുന്നതെന്നാണ് എനിക്കിപ്പോൾ മനസ്സിലാവുന്നത്. കാര്യം ഞാൻ മുമ്പേ പറഞ്ഞ ഷോ വെട്ടിച്ചുരുക്കിയെടുത്തെല്ലാം വീണ്ടും എക്സ്ട്രാ ഷോസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഷോ ഉണ്ടായിരുന്നിടത്ത് 2 ഷോ അല്ലെങ്കിൽ 2 ഷോ ഉണ്ടായിരുന്നിടത്ത് 3 ഷോ ഉണ്ടായിരുന്നിടത്ത് 4 ഷോ എന്നുള്ള രീതിയിൽ അതിൻ്റെ ഷോ കൗണ്ട് വീണ്ടും വർദ്ധിപ്പിക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ 5 ദിവസം ആവുന്ന സമയത്താണ് ഈ ഷോ കൗണ്ട് കൂട്ടുന്നതെന്നുള്ളതാണ് ആ സിനിമയുടെ ഏറ്റവും വലിയൊരു വിജയം. ഇപ്പം നമ്മൾ പല തിയേറ്ററുകളിൽ നമ്മൾ നോക്കുന്ന സമയത്ത് നല്ല രീതിയിലുള്ള ഒരു തിരക്കാണ് ആ സിനിമയ്ക്ക് അനുഭവപ്പെടുന്നത്. കാര്യം ഇപ്പോഴെനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ചിലപ്പോൾ അതിൻ്റെ ആദ്യത്തെ ദിവസത്തെ റിലീസിൻ്റെ ആദ്യത്തെ ദിവസങ്ങളിൽ സ്വാഭാവികമായിട്ടും ഒട്ടേറെ പ്രേക്ഷകർക്ക് പല പല കാരണങ്ങളുകൊണ്ട് തിയേറ്ററിൽ എത്താൻ സാധിച്ചു കാണത്തില്ല. പക്ഷെ അവരെല്ലാം വെയിറ്റ് ചെയ്തിരുന്നത് ഒരു 2-3 ദിവസം കൂടെ ഒക്കെ കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ എനിക്ക് തോന്നി കഴിഞ്ഞ ശനിയും ഞായറും മുതൽ ഇങ്ങോട്ട് കൂടുതൽ പ്രേക്ഷകനെ തിയേറ്ററിലേക്ക് കാണാം എന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ പുറത്തായിരിക്കും. അതിപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അത് കണ്ടുവരുന്നുണ്ട്. കാര്യം ഇപ്പം ഈ പറഞ്ഞ കണക്ക് ഇപ്പോൾ ശനിയാഴ്ച അല്ലെങ്കിൽ ഞായറാഴ്ച പോലുള്ള ദിവസങ്ങളും ഇപ്പോഴും നല്ല രീതിയിലുള്ള ഒരു തിരക്കോടുകൂടി ആ സിനിമ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ റിലീസിനകത്ത് ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്തു എന്ന് നമ്മൾ പറയുന്നത് ഇപ്പോൾ ദേവദൂതൻ്റെയൊക്കെ ഒരു കളക്ഷൻ തന്നെ അത് മറികടക്കും ഒരു വടക്കൻ വീരകഥ എന്നുള്ള കാര്യത്തിനകത്ത് യാതൊരുവിധ സംശയവുമില്ല. കാര്യം അത്രയും ഭയങ്കര ഒരു റെസ്പോൺസാണ് ഇപ്പോൾ തിയേറ്ററുകളിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഞാനിപ്പം നമ്മളിപ്പം ഒരു 89 റിലീസ് ചെയ്ത സിനിമ എനിക്ക് തോന്നുന്നു ഒരു 10, 15, 20, 25 പ്രാവശ്യത്തിൽ കൂടുതൽ ഞാൻ കണ്ടിട്ടുണ്ടാവും. നമ്മളിപ്പോൾ ഒരു ഒരു CD യുടെ ഒരു കാസറ്റിൻ്റെ രൂപത്തിലോ അല്ലെങ്കിൽ അന്നത്തെ കാലത്ത് തിയേറ്ററിൽ തന്നെ ഇപ്പം കൊല്ലത്ത് അന്നത്തെ കുമാർ തിയേറ്റർ ഇന്നിപ്പോൾ അത് ഉഷയായി മാറിയിട്ടുണ്ട്. അപ്പോൾ അവിടെയും പിന്നെ എൻ്റെ വീടിന് അടുത്ത് ഉണ്ടായിരുന്ന തിയേറ്റർ, അന്ന് ഇപ്പോൾ ആ തിയേറ്ററില്ല. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ആ സിനിമ അന്ന് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഞാനിപ്പോൾ പറഞ്ഞ കണക്ക് ഒരുപാട് പ്രാവശ്യം വീഡിയോ കാസറ്റുകളിലും CD-യിലും ഒക്കെ നമ്മൾ പലതരത്തിൽ നമ്മളത് കണ്ടിട്ടുണ്ടെങ്കിൽ പോലും ഇന്ന് ഞാൻ വീണ്ടും ആ ഒരു വടക്കൻ വീരകഥ എന്ന് പറയുന്ന സിനിമ എനിക്ക് തിയേറ്ററിൽ കാണാൻ പറ്റി. ഇന്നെന്ന് പറയുമ്പം ഇപ്പം അതിൻ്റെ റിലീസ് ദിവസം ആദ്യത്തെ ഷോ കഴിഞ്ഞതിന് ശേഷം ഇന്നിപ്പോൾ വീണ്ടും ഒരിക്കൽ കൂടി അതെനിക്ക് കാണാൻ പറ്റി എന്നുള്ളതാണ് എൻ്റെ മഹാഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. കാര്യം അത് ഓരോ വട്ടവും കാണുമ്പം ഒരു പുതിയ സിനിമ ആദ്യമായിട്ട്, കാര്യം അതിൻ്റെ കഥ നമുക്കറിയാം, അതിൻ്റെ സാഹചര്യങ്ങൾ നമുക്കറിയാം, എല്ലാം അറിയാമെങ്കിൽ പോലും ഒരു പുതിയ സിനിമ നമ്മൾ വീണ്ടും അതായത് ആദ്യമായിട്ട് കാണുന്ന ഒരു രീതിയിലാണ് അതിൻ്റെ ഒരു തുടക്കം തൊട്ട് അതിൻ്റെ അവസാനം വരെ. കാര്യം മമ്മൂക്ക പറയുന്ന ആ ഒരു ഡയലോഗുകളൊന്നും നമ്മുടെ മനസ്സിൽ നിന്ന് പോലും മായാതെ ഇങ്ങനെ നിൽക്കുന്നതാണ്. അപ്പോൾ ഈ വടക്കൻ വീരകഥ ഈ പറഞ്ഞ കണക്ക് ഇച്ചിരി വൈകിട്ടാണെങ്കിലും അത് ഏറ്റെടുത്തൊരു വലിയ വിജയത്തിലേക്ക് കൊണ്ടുവരാൻ തയ്യാറായ പ്രേക്ഷകർക്കും, പ്രത്യേകിച്ച് മമ്മൂക്കയുടെ ഫാൻസ് അസോസിയേഷനിൽപ്പെട്ട അല്ലെങ്കിൽ മമ്മൂക്കയുടെ ഫാൻസായിട്ടുള്ള ഒരുപാട് ആളുകൾക്കും ഒരുപാട് അവരോട് നന്ദിയും സ്നേഹവും ഉണ്ട്.
എന്തായാലും ഈ സിനിമ കാര്യം ഇതൊരു നമ്മൾ പറഞ്ഞ കണക്ക് ഒരു കാലങ്ങൾക്ക് അതീതമായിട്ടുള്ള ഒരു സിനിമയാണ്. ഇനിയും ഞാൻ പറഞ്ഞ കണക്ക് വർഷങ്ങൾക്ക് ശേഷം റിലീസ് ചെയ്താൽ പോലും ഒരു വലിയ സംഭവമായി തീരാവുന്ന, അതായത് മമ്മൂക്ക എന്താണെന്ന് ഇനി വരുന്ന തലമുറയിലെ കുട്ടികൾക്ക് പോലും മനസ്സിലാക്കാൻ സാധിക്കുന്ന അതിശക്തമായിട്ടുള്ള ഒരു സിനിമയാണ്. അപ്പോൾ ആ സിനിമയുടെ ഈ കാലഘട്ടത്തിൽ നേടുന്ന വിജയവും അല്ലെങ്കിൽ ഇനി റിലീസ് ചെയ്യുന്ന ഒരു കാലത്ത് അത് നേടുന്ന വിജയവും ഒക്കെ മലയാള സിനിമയ്ക്കും അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്തായാലും ഇതിനകത്ത് വളരെ വളരെ സന്തോഷത്തോടുകൂടി